DCB മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. പരമ്പരാഗത സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയൊരു പദ്ധതിയാണിത്. 3 ലക്ഷം രൂപ വരെ 5% പലിശയിൽ ലഭ്യമാക്കും. രാജ്യത്ത് പരമ്പരാഗത സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ ഉന്നമനവും അതിജീവനവും ലക്ഷ്യമിട്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന അഥവാ PM വിശ്വകർമ്മ സ്കീം. പദ്ധതി ആരംഭിച്ച് 2 മാസം തികയാറാകുമ്പോൾ 14 ലക്ഷത്തിലധികം പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പറയുന്നവയാണ്. പരമ്പരാഗത ജോലിയുമായി ബന്ധപ്പെട്ട 18 വിഭാഗം കൈത്തൊഴിൽക്കാരാണ് PM വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമാകുവാൻ അർഹതയുള്ളത്. നൂറ്റാണ്ടുകളായി കുലത്തൊഴിൽ എന്ന നിലയിൽ ജോലി ചെയ്യുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കുന്നതിന് സഹായിക്കുന്ന വിദഗ്ധ പരിശീലനം ഘട്ടം ഘട്ടമായി നൽകുന്ന പദ്ധതിയാണിത്. പരിശീലനത്തിന് പുറമെ തൊഴിലുപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായവും നൽകുന്നുണ്ട്. മരപ്പണിക്കാർ, വഞ്ചി നിർമ്മിക്കുന്നവർ, ചുറ്റികയും പണിയായുധങ്ങളും നിർമ്മിക്കുന്നവർ, ഇരുമ്പ് പണിക്കാർ, താഴ് നിർമ്മിക്കുന്നവർ, സ്വർണ്ണപ്പണിക്കാർ, കൽപ്പണിക്കാർ, മൺപാത്ര നിർമ്മാണക്കാർ, ശില്പം നിർമ്മിക്കുന്നവർ, പാദരക്ഷ നിർമ്മിക്കുന്നവർ, തയ്യൽക്കാർ, മത്സ്യബന്ധന വല നിർമ്മിക്കുന്നവർ, കളിപ്പാട്ടവും പാവയും നിർമ്മിക്കുന്നവർ, ക്ഷുരകപ്പണിക്കാർ, കുട്ട അല്ലെങ്കിൽ ചവിട്ടി, ചൂല്, കയർ എന്നീ ഉൽപ്പന്ന നിർമ്മാതാക്കൾ, മാല കെട്ടുന്നവർ, അലക്കുജോലി ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് PM വിശ്വകർമ്മ പദ്ധതിയിലേക്ക് പാലക്കാട് ജില്ലയെ മാത്രമാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ മറ്റ് ജില്ലകളിലെ ഗുണഭോക്താക്കളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം പദ്ധതിയിലേക്ക് നൽകുന്ന അപേക്ഷകർ പഞ്ചായത്ത് പ്രസിഡന്റോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം. തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജില്ലാ സമിതിയും വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സംസ്ഥാന സമിതിയും പരിശോധിച്ച ശേഷമായിരിക്കും PM വിശ്വകർമ്മ ഡിജിറ്റൽ കാർഡ് തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക. 5% പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത വായ്പയും വിവിധ തലങ്ങളിലെ വിദഗ്ധ പരിശീലനവും ഉൽപ്പന്നത്തിന് മാർക്കറ്റിംഗ് പിന്തുണയും നൽകുന്നതാണ് PM വിശ്വകർമ്മ പദ്ധതി. ഒരാഴ്ച കാലയളവിലുള്ള ആദ്യഘട്ടം നൈപുണ്യം പരിശീലനം പൂർത്തിയാകുമ്പോൾ 1 ലക്ഷം രൂപ അനുവദിക്കും. ഈ തുക 1.5 വർഷം കൊണ്ട് തിരിച്ചടച്ചു കഴിയുമ്പോൾ അധികമായി 2 ലക്ഷം രൂപ കൂടി അനുവദിക്കും. ഇത് 2.5 വർഷം കൊണ്ട് തിരിച്ചടക്കണം. കൂടാതെ പരിശീലന കാലയളവിൽ ദിവസേന 500 രൂപ സ്റ്റൈപ്പൻഡ്, തൊഴിലുപകരണങ്ങൾ വാങ്ങാൻ 15,000 രൂപയുടെ ധനസഹായം എന്നിവയും PM വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. ഇതിനു പുറമെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ മാർഗം പണമിടപാട് നടത്തിയാൽ ഓരോ ഇടപാടിനും 1 രൂപ വീതം ആനുകൂല്യമായി ലഭിക്കും. 1 മാസത്തേക്ക് പരമാവധി 100 ഇടപാടുകൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക. അതുപോലെ ഉൽപ്പന്നം, സേവനം തുടങ്ങിയവയുടെ ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും NCM പിന്തുണ ഉണ്ടായിരിക്കും. അവസാന 5 വർഷ കാലയളവിൽ മുദ്രാ വായ്പ, PMEGP, PM സ്വനിധി ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് PM വിശ്വകർമ്മ പദ്ധതിയിൽ അംഗമാകുവാൻ കഴിയില്ല. എന്നിരുന്നാലും മുദ്ര, സ്വനിധി വായ്പകൾ ഇതിനകം അടച്ചു തീർത്തവരാണെങ്കിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഭർത്താവും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ. സർക്കാർ ജോലിക്കാരുള്ള കുടുംബത്തിനും ഈ പദ്ധതിയിലേക്ക് അർഹതയുണ്ടാവുകയില്ല.